പുസ്തകം അധ്യായം 12, 2, 3 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമായിരിക്കും. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മൾ ദൈവത്തിൻ്റെ സർവോത്തമമായ സൃഷ്ടികളാണ്. നമ്മളെ എല്ലാവരെയും ഈ ഭൂമുഖത്തിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്ന നല്ല തമ്പുരാൻ ഈ ലോകത്തിൽ നാം ആയിരിക്കുന്ന അവസ്ഥകളെല്ലാം നമ്മുടെ സുപ്രധാനമായ കർത്തവ്യം എന്നത് ഒരു അനുഗ്രഹമായി തീരുക എന്നുള്ളതാണ്. പിതാവായ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ കർത്തവ്യം. വിദ്വേഷത്തിൻ്റെയും പാപത്തിൻ്റെയും പരിസ്ഥിതികളിൽ ജീവിക്കുന്ന നാം പലപ്പോഴും അതിൻ്റെയൊക്കെ ഭരണിതപരമായിട്ട് പാപത്തിൻ്റെയും ശാപത്തിൻ്റെയൊക്കെ അടിമത്തത്തിലേക്ക് വഴുതി വീഴുവാനുള്ള വലിയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഈ ലോകത്തിൻ്റെ അവസ്ഥകളിലൊക്കെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നിൻ്റെ സാഹചര്യങ്ങളിൽ, എൻ്റെ ജീവിതാവസ്ഥകളിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സായി ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി കർത്താവായ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹം എന്നും ഞങ്ങളിൽ നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ ആ വലിയ അനുഗ്രഹം ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി കർത്താവേ അനുദിനം എന്നോടൊപ്പം നീ വസിക്കണമേ. നാഥ, എന്നിൽ വസിക്കുവാനായിട്ട് നീ കടന്നു വരണമേ. ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങുവാൻ പോകുമ്പോൾ അങ്ങയുടെ ആ അനുഗ്രഹം എന്നിലേക്ക് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ദിനങ്ങളിൽ അങ്ങയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവളായിട്ട് ജീവിക്കുവാനുള്ള കൃപ നൽകി നാഥ എന്നെ അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.